വൈൽഡ് കാർഡ് എൻട്രി വന്നപ്പോഴാണ് എന്നെ വേറൊരു രീതിയിൽ പോർട്രേ ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഞാൻ എന്താണോ എന്നുള്ളതിന്റെ ഒരു ഓപ്പോസിറ്റ് വേർഷൻ ആണ് എൻ്റെ അടുത്ത് എല്ലാവരും വന്ന് പറഞ്ഞത്. ഭയങ്കര വിഷമായി എനിക്ക്. അപ്പോൾ എല്ലാരും പറഞ്ഞു, അപ്പൊ പൂജ വന്ന് പറഞ്ഞു, എല്ലാരും വന്ന് പറഞ്ഞു, അഭി പറഞ്ഞു. അപ്പൊ ഞാൻ നിങ്ങളെല്ലാരും ഇരിക്കുമ്പോൾ തന്നെ ഞാൻ ഒരിക്കലും ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് ഞാൻ എന്റെ ഭാഗം ന്യായീകരിക്കാറില്ല. പക്ഷെ അന്ന് ഞാൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു. ഞാനവിടെ ഋഷിയോടെ സംസാരിച്ചിട്ടുള്ളൂ അതുവരെ. പിന്നെ റോക്കി ഉണ്ടായിരുന്നു, റോക്കി അന്ന് അർജുൻ ഞങ്ങളുടെ ടീമിലായിരുന്നു. അല്ലാതെ ഞാൻ വേറെ ആരുടെ സംസാരിച്ചില്ല. എല്ലാവർക്കും ഞാൻ ഹായ് ബൈ ബന്ധം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോ അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് പറഞ്ഞിട്ട് വേറെ ഒരാളെ പറ്റി പറഞ്ഞ് അടി ഉണ്ടായ ഒരു ഇൻസിഡന്റ് ഇല്ല എന്റെ പേരില്. ഈ പറയുന്ന പോലെ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരടിയെങ്കിലും ഉണ്ടാവണ്ടേ, അതിനൊരു സാധനം ഉണ്ടായിട്ടില്ല. അപ്പോ എനിക്ക് അത് നിങ്ങളെല്ലാരും വന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമായി. അപ്പൊ ഞാൻ ഋഷിയോട് പറഞ്ഞു, അവിടെ ഞാൻ ചിന്തിക്കാത്ത കാര്യങ്ങളാണ് വേറെ രീതിയിൽ പോയിരിക്കണം, എനിക്ക് ഇനി നിൽക്കേണ്ട അവിടെ. അന്ന് മുതലാണ് ഞാൻ പറയാൻ തുടങ്ങിയത് എനിക്ക് പോകണമെന്ന്. ബിക്കോസ് ഞാനായാലും ആദ്യം വന്ന് പറഞ്ഞായിരുന്നു കഴിഞ്ഞാൽ ട്രസ്റ്റ് ചെയ്യാൻ അൻസിബേനെ പറ്റൂല എന്നുള്ള ഇതിൽ പറഞ്ഞു. കാരണം ആ ഒരു ഇപ്പൊ ഞാൻ കയറുന്ന 28 ഡേ എന്താണ്, അപ്പൊ ആ ഒരു സമയം വരെ അല്ലെങ്കിൽ ഞാൻ കയറുന്ന വരെയുള്ള ഒരു മൂഡ് എന്ന് പറയുമ്പോൾ കട്ടിൽ റാണി എന്നുള്ള ഒരു പേരും കാര്യങ്ങളും ഇല്ലേ, പുറത്തുനിന്ന് കട്ടിൽ റാണി എന്നുള്ള പേര് വരുന്നു. കൂടുതലും ബെഡിലാണ് സമയം ചെലവഴിക്കുന്നത്, പുറത്തേക്ക് ഇറങ്ങുന്നില്ല എന്ന പേര് വരുന്നു. അപ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടറിൽ അൻസിബേനെ പോർട്രേ ചെയ്യപ്പെട്ടു എന്നുള്ളത് അങ്ങനെ തോന്നിയോ, അല്ലെങ്കിൽ അതിന് വിഷമം തോന്നിയോ? ഭയങ്കര വിഷമം തോന്നി. അതുകൊണ്ടാണല്ലോ ഞാൻ അതിനകത്തുനിന്ന് ഞാൻ ഇനി എനിക്ക് പോകണം, കാരണം വേറെ രീതിയിലേക്ക് ഇത് പോകും എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഒരു വിഷമം. ഒന്നാമതേ ഞാൻ അങ്ങനെ ഫാൻസ് എന്നുള്ള ഒരു സ്റ്റാർ ഒന്നും അല്ല, അല്ലെങ്കിൽ ഞാൻ സ്വയം ഒരു സ്റ്റാർ ആയിട്ട് പോലും കണക്കാക്കുന്നില്ല. ഞാൻ ചെയ്ത സിനിമ വലിയ സിനിമയാണ്, അതിന്റെ ബാക്കിൽ ഉണ്ടായിരുന്നവരും അല്ലെങ്കിൽ എന്റെ കൂടെ അഭിനയിച്ചവരും ഏറ്റവും സുപ്രീമിൽ നിൽക്കുന്ന ആക്ടേഴ്സും ഡയറക്ടറും അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ടുള്ള ഒരു ഇതാണ്. അല്ലാതെ അൻസിബ ദൃശ്യമല്ലാതെ വേറെ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് എത്രയോ പേര് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എത്രയോ പേര് എന്നെ അറിയാവുന്നവരടുത്ത് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് അറിയാവുന്ന ഒരു കാര്യമാണത്. അത് അവർ ചോദിച്ചില്ലെങ്കിൽ എനിക്കറിയാത്. അപ്പൊ അതെന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള ഞാൻ അതിനകത്ത് കയറിയിട്ട് ഇല്ലാത്ത ഒരു ചീത്തപ്പേര് കേൾക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം. അപ്പൊ ഞാൻ ഇല്ല, എനിക്ക് എന്തായാലും തിരിച്ചു പോയേ പറ്റുള്ളൂ. അന്ന് മുതൽ ഞാൻ പറയാൻ തുടങ്ങിയത് പോണം എന്നുള്ളത്. കാരണം എനിക്ക് അവിടെയുള്ള ഈ പ്രശ്നങ്ങൾ ഓൾറെഡി ഞാൻ പ്രഷറിലാണ് നിൽക്കണം. എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നത്, കേൾക്കുന്നത്, എക്സ്പീരിയൻസ് ചെയ്യണം. അതിൻ്റെ ഇടയിൽ ഇതും കൂടെ കേട്ടപ്പോൾ വേണ്ട ഇനി പോണമെന്നായി. പിന്നെ പക്ഷെ നിങ്ങൾ വന്നപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ വൈൽഡ് കാർഡ് വരാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ഞാൻ എന്റെ ഇന്റർവ്യൂല് പറഞ്ഞായിരുന്നേ, അൻസിബ വൈൽഡ് കാർഡ് വരാൻ വെയിറ്റിംഗ് ആയിരുന്നു. ഞാൻ ചോദിച്ച അൻസിബയുടെ അടുത്ത് എങ്ങനെ ഉള്ളത് ഞങ്ങൾ വന്നപ്പോ അൻസിബയ്ക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ 6 വട്ടം പാട്ട് കേൾക്കാല്ലോ. ഞാൻ എന്നിട്ട് ഋഷിയോട് ഇങ്ങനെ പറയായിരുന്നു. അപ്പൊ അതൊക്കെ വന്നിട്ടുണ്ടോന്നൊന്നും എനിക്കറിയില്ല. എടാ വൈൽഡ് കാർഡ് വരട്ടെ. അപ്പൊ ബാക്കി എല്ലാവരും വൈൽഡ് കാർഡ് വരുന്നതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായി. എനിക്കാണെങ്കിൽ വരണം എന്നായിരുന്നു. കാരണം എനിക്ക് അവിടെ സംസാരിക്കാൻ വേറെ ആരും ഇല്ലായിരുന്നു. അപ്പൊ അവർക്ക് എന്നെ പറ്റാത്തോണ്ടാണോ എനിക്ക് അത് അതിനകത്ത് നിന്നുള്ള കാര്യട്ടെ. ഇപ്പൊ എനിക്ക് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. പക്ഷെ അതിനകത്ത് നിൽക്കുന്ന സമയത്ത് നമ്മളൊരു ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ ഒരു കാര്യം ഉണ്ടല്ലോ, ചിലരെ നമുക്ക് സംസാരിക്കാനുണ്ടാവും. അപ്പൊ എനിക്ക് വേറെ ആരും ഇല്ല. അപ്പൊ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്ക് സംസാരിക്കാൻ കുറച്ചുപേരെ കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ.